ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ലഹരി കേസുകൾ, അതും സിനിമാ ഫീൽഡിലെ ലഹരി കേസുകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ നടൻ ഉം. വിനായകനെതിരെ വീണ്ടും അതായത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിലെന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ആ ഒരു കലയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറെ അതെ. കലാകാരന്മാരെന്ന് പറയാൻ പറ്റില്ല ഇവരെ. കാര്യം ഇവരൊക്കെ മദ്യപിക്കാനും അതുപോലെ തന്നെ കഞ്ചാവിനും എന്നുള്ള രീതിക്ക് ഈ മാത്രം. സിനിമ അതെ ഉം. നടന്മാർ എന്നൊരു പദവി അവര് ഇതിനു വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുന്ന തരത്തിലാണ്. കാരണം അദ്ദേഹം അതെ. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള വിനായകൻ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. നട റോഡിൽ തുണി വിരിഞ്ഞ് അങ്ങനത്തെ പൊതുസമൂഹത്തിന്റെ മാന്യമായ രീതിയിലുള്ള പെരുമാറ്റമല്ല നടത്തുന്നതെന്ന് പറയാം. അതിന് ഈ നടൻ എന്ന ഒരു പദവി ദുരുപയോഗം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ ഒരു തീർച്ചയായിട്ടും. ഉം. കാര്യം നമ്മൾ ഒത്തിരി കേസുകൾ ഈ ഒരു വിഷയത്തില്, ഈ ഒരു കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി എന്നുള്ള ഒരു ഒറ്റ വിഷയത്തില് ഒരുപാട് നടന്മാരുടെ കേസുകൾ അടിക്കടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോരുത്തര് പല കേസിൽ. ഇപ്പം നമ്മള് വിചാരിക്കുന്നില്ല, നമ്മൾ സിനിമയിൽ കാണുന്ന പല നല്ല മുഖങ്ങളും യാഥാർത്ഥ്യത്തിൽ എന്താണെന്നുള്ളത് ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോഴാണ് അതെ നമ്മൾ അറിയുന്നത്. അറിയുന്നത്. നമുക്ക് തമാശകളും ഫലിതങ്ങളും ഒക്കെ തന്നത് ഈ ഷൈൻ ടോമിനൊക്കെ ആണെങ്കിലും ഉം. അല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകളും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഫണ്ണായിട്ടൊക്കെ ചിലപ്പോൾ തോന്നും. അല്ലെങ്കിൽ ഇതെന്തുവാ, നമ്മൾ ചിരിക്കും പക്ഷെ എന്തായാലും പുള്ളിയുടെ വർത്തമാനം കേൾക്കുമ്പോൾ. പക്ഷേ നല്ല യഥാർത്ഥത്തിൽ രീതിയിൽ ഇതുപോലത്തെ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ളവരാണെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതുപോലുള്ള കേസുകൾ വരുമ്പോൾ മാത്രമേ നമുക്ക് പ്രേക്ഷകർക്ക് അത് അറിയാൻ കഴിയുകയുള്ളൂ. അതെ, ഇപ്പം ഷൈൻ ടോമിന്റെയും ശ്രീനാഥ് ഭാസിയുടെയും അതിന് പുറകെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഖാലിദ് റഹ്മാന്റെയും അതെ അഷ്റഫ് ഹംസയുടെയും ഒക്കെ ആ കേസുകളാണെങ്കിലും കേസുകൾ നമ്മൾ എല്ലാം ലഹരി നോക്കിയിരുന്നു. ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള അവര് ആ രീതിയിലുള്ള ഒരു രീതിക്കാണ് ഇപ്പം മലയാള സിനിമ തന്നെ മുന്നോട്ട് പോകുന്നതെന്ന് പറയാം. അത് മാത്രമല്ല ഇപ്പം നമുക്കറിയാം മലയാള സിനിമ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ അതെ. സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തില് ഈ ഡ്രഗ്സിന്റെ ആ ഒരു പേര് തന്നെ നമ്മുടെ കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത് നമുക്ക് പറയാൻ കഴിയും. നമ്മള് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകളായിരുന്നു അതെ മഞ്ഞുമൽ ബോയ്സും, അതെ അതെ അതുപോലെ തന്നെ ഈ തല്ലുമാല അങ്ങനെയുള്ള ആ സിനിമകളുടെയൊക്കെ ഉം നമ്മൾ കുറച്ചുകൂടെ എടുത്തു പറയുന്നതാണ്. പക്ഷേ ആ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ പിന്നണിയിൽ നിന്നിട്ടുള്ള ആൾക്കാരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ലഹരി കേസിന് പുറത്തു പക്ഷെ വന്നത്. മഞ്ഞുമൽ ബോയ്സിനകത്താണെങ്കിലും കള്ളു കുടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ചെറുപ്പക്കാരുടെ കഥയാണ് പറയുന്നത്. പക്ഷെ അപ്പം അതിനകത്ത് കള്ളു കുടിക്കാതെ കുറച്ച് നിഷ്കളങ്കമായിട്ട് നിൽക്കുന്ന ഒരാളാണ് നിൽക്കുന്നവരാണ്. ആ, ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ ഒരു അതെ അതെ. വാർത്തയിൽ ഇടം നേടിയത്. ഉം. അപ്പൊ എല്ലാവരും ഇത് മറ്റേ മഞ്ഞുമൽ ബോയ്സിലെ ഇന്ന ആളല്ലേ എന്നുള്ളൊരു ഒരു അതെ സംശയത്തോടു അതിനകത്ത് കൂടിയാ നല്ല ചോദിക്കുന്നേ. മാന്യമായിട്ട് നിൽക്കുമ്പം ആ, അതെ. അപ്പൊ അതൊരു യാഥാർത്ഥ്യം അഭിനയത്തിന്റെ എന്താണ്? മികവാണ്. പക്ഷെ എന്നാൽ കൂടി ഇവരെയൊക്കെ കലാകാരന്മാരെന്ന് പറയാൻ പറ്റുമോന്നാ കാര്യം. പണ്ട് സിനിമ എന്ന് പറഞ്ഞിരുന്നാൽ ആ ഒരു ലോകം നമുക്കറിയാം. മമ്മുക്കോയ പറയുന്നുണ്ട് ഇതേപ്പറ്റി. അതായത് മദ്യപിച്ച് സെറ്റിൽ വരുമ്പോൾ പഴയ സംവിധായകന്മാരും പ്രൊഡ്യൂസർമാരൊക്കെ പണ്ടത്തെ അവർ അടൂരിനെ പോലുള്ള അത്തരത്തിലുള്ള ആ ഒരു കാലഘട്ടത്തിലെ ആൾക്കാരൊക്കെ നിഷേധിക്കുമായിരുന്നു. എൻ്റെ സെറ്റിൽ മദ്യപിച്ചിട്ട് പറ്റില്ല എന്നുള്ള രീതിക്ക് വിലക്ക് ഏർപ്പെടുത്തുമായിരുന്നു. പക്ഷെ ഇന്ന് അതില്ല. ഇന്ന് അതെ. എന്തും തോന്നിവാസം കാണിക്കുക എന്നുള്ള രീതിക്കാണ്. ഒരിക്കലും സിനിമാ ഫീൽഡിലുള്ള മുഴുവൻ ആൾക്കാരെയും ഒന്നിച്ചല്ല പറയുന്നത്. എന്നാൽ അതിനകത്ത് പക്ഷെ അത് മലയാള സിനിമയിൽ തന്നെ പേര് കളയാൻ വേണ്ടി ഒരു വിഭാഗം ആളുകളുണ്ടെന്ന് നമുക്ക് ആൾക്കാരുണ്ട്. പറയാം. ഇപ്പം കൂടുതലും അവരെപ്പോലുള്ളവർ. ചെറുപ്പക്കാരാണ് ഇത്തരത്തില് ഈ ലഹരി ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ട് ഇതുപോലെ ആം, ഓരോ പ്രവർത്തികൾ അതെ. ചെയ്യുന്നത്. ഒരു സമയത്ത് മുഴുവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതെ. ആ ഒരു വിഷയമായിരുന്നു. മുഴുവൻ അമ്മ സംഘടനയിലെ മുഴുവൻ പ്രശ്നങ്ങൾ, പൊട്ടിത്തെറികൾ, അതെ. വിഭജിക്കുന്നു, അത്തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു. അതിന് പുറകെ ഇപ്പം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ സിനിമാ മേഖലയിലെ ലഹരി, ഉം. ലഹരി എന്നുള്ള വാർത്തകൾ. അതാണിപ്പോൾ വിനായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രീതിയും പെരുമാറ്റവും മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാര്യം എവിടെ എങ്ങനെ പെരുമാറണം. ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ പരിഗണിക്കും, എന്തും പറയാം, എവിടെ എന്തും പറയാം എന്നുള്ളൊരു തോന്നല് തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാ പൗരന്മാരും ഒരുപോലെയാണ്. എവിടെ എന്ത് സംസാരിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ ആണ് നിയന്ത്രിക്കുന്നത്. അതെ. ചില വാക്കുകൾ സംസാരിക്കാൻ പാടില്ലാത്തതുണ്ട്. ഇപ്പോൾ മദ്യപിച്ചിട്ടാണെങ്കിൽ കൂടി മദ്യപിക്കാം. കാര്യം ഈ ലോകത്ത് അതെ ആരെയും മദ്യപിക്കരുതെന്ന് മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് ആരും പറയുന്നില്ല. കൺട്രോൾ ചെയ്യാൻ പക്ഷെ പറ്റത്തില്ല. അതൊക്കെ പൊതുസമൂഹത്തിന് അതൊരു നെഗറ്റീവായിട്ട് അവരെ അതൊരു പ്രതികൂലമായിട്ട് ബാധിക്കാത്ത ബാധിക്കരുത്. വിധത്തിൽ വേണം മദ്യപിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോ ഒരു ലോകത്തെ മുഴുവനും മദ്യപിക്കരുതെന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്യാനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പറ്റില്ല. മദ്യപിച്ചതുകൊണ്ട് ഇപ്പൊ സിനിമാ മേഖലയിലുള്ളവരാണേലും നടന്മാരാണെങ്കിലും നടിമാരാണെങ്കിലും ആരാണേലും അവരൊക്കെ മദ്യപിക്കുന്നവർ കാണും. പക്ഷേ അത് ആ പ്രൊഫഷണലും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും. ഇതിപ്പോ വിനായകന്റെ കേസിൽ മറ്റൊരു വിദേശ വിദേശ വനിതയെ വനിതയും കൂടി അവരോട് മോശമായിട്ട്. മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അപ്പോ അപ്പൊ അതൊക്കെ അതൊക്കെ നമ്മള് മദ്യപിച്ചു എന്നുള്ള രീതിക്ക് അതിന്റെ ആ ഒരു ലഹരിയുടെ ആ ഒരു എഫക്റ്റില് മറ്റൊരാളെ ഉപദ്രവിക്കുന്നതൊന്നും ശരിക്കും ശരിയല്ല. ഇതൊക്കെ ഒരു പീഡനം തന്നെയാണ്. ഇതൊക്കെ വളരെ എന്താ പറയുക, കുറ്റകരമായിട്ടുള്ള ഇതിന് കാര്യമാണ്. കറക്റ്റ് ആയിട്ടുള്ള നടപടി എടുത്താൽ മാത്രമേ മുന്നോട്ടും ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതെ. ചെയ്യാതിരിക്കത്തുള്ളൂ. അപ്പൊ ഒരു നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ കൂടുതൽ പരിഗണിക്കുമ്പോൾ
വീണ്ടും ഒരു പ്രശ്നമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയില് എന്താ ഇതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കും. അപ്പം നേരത്തെ ആ കേസ് വന്നപ്പം അതിന് കറക്റ്റ് ആയിട്ടുള്ള നടപടികൾ എടുക്കുകയായിരുന്നെങ്കിൽ ഇന്ന് വീണ്ടും ഈ തരത്തിലൊരു ആക്രമണം നടക്കില്ലായിരുന്നു. ഇതിപ്പോ ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോരുത്തരും അതെ. ലഹരിക്കടിമ എന്നുള്ള രീതിക്ക് പുറത്തൊക്കെ വരികയാണ്. ഇനിയും എത്ര പേര് ഇതിനൊക്കെ പിന്നിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ നിർമ്മാതാവിൻ്റെയും അത് നിവിൻ പോളിയാണ് നടൻ എന്നുള്ള രീതിക്കൊക്കെ വിമർശിച്ചിരുന്നു. ഒരു ആ, ആവശ്യം എന്തോ ഒരു കാര്യത്തിന് തിരികൊളുത്തി മോശമായ അതെ. രീതിക്ക് വഴി തെറ്റി പോകുന്നു എന്നുള്ള രീതിക്കൊക്കെ ഒരു പരാമർശങ്ങൾ അത് അദ്ദേഹം പറഞ്ഞു നിവിൻ പോളി അല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ ഒരാളെ പറ്റി ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞിട്ടില്ല. പറഞ്ഞത്. എന്നാൽ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു സെറ്റിലും കഞ്ചാവിന്റെ കേസിൽ തന്നെയാണ് ഇത്തരത്തിലൊരു അതെ. വിഭാഗീയത വന്നത്. അവിടുന്ന് ഇറങ്ങേണ്ട സാഹചര്യമാണെങ്കിൽ കൂടി വന്നിട്ടുള്ളത്. കൊറിയോഗ്രാഫറിന്റെ ഭാഗത്തുനിന്ന് മറ്റും ഒരു കഞ്ചാവിന്റെ കേസിൽ മറ്റോ ഇഷ്യൂ വന്നിരുന്നു. ആ ഒരു പ്രശ്നത്തെ ചൊല്ലിയായിരുന്നു അവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിലായിരുന്നു അത് നടന്നത്. അപ്പോൾ എന്തായാലും എല്ലായിടത്തും സിനിമാ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും സിനിമാ സെറ്റിലും അതുപോലെ തന്നെ അതിന് പുറത്തുമൊക്കെ ആണെങ്കിലും ഈ നടന്മാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ സെറ്റിനുള്ളിലാണെങ്കിലും എല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവരും നടന്മാർ കൂടുതലും പ്രതികരിച്ചിരുന്നു പറഞ്ഞാൽ പ്രശ്നങ്ങൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ള ഒരു കാര്യം എന്നാണ്. അതുപോലെ തന്നെ അവർ ഈ ലഹരി കേസിലാണെങ്കിലും പ്രതികരിക്കുന്നുണ്ട്. ലഹരി എന്ന് പറയുന്നത് മലയാള സിനിമയിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ കൂടുതലായിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോഴത്തേക്കിനും നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ തന്നെയാണ് അത് കൂടുതലും ദോഷകരമായി ബാധിക്കുന്നുള്ള കാര്യം അവരും ഒന്ന് ചിന്തിക്കണം. കാരണം ഇപ്പം കൂടുതലും മലയാള സിനിമ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കൂടുതലാണെങ്കിലും നല്ല രീതിയിലുള്ള സിനിമകൾ ഇപ്പൊ പുറത്ത് വരുന്നുണ്ട് മലയാളത്തിൽ നിന്നും. അപ്പം അതൊക്കെ ഈ ഡ്രഗ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് അത് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെയാണ് കൂടുതലും മോശം പേര് നൽകുന്നത്. തീർച്ചയായിട്ടും. കാര്യം ഇന്നിപ്പം മദ്യം എന്ന് പറയുന്നത് സിനിമയിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ വന്നാൽ തന്നെ എല്ലാവരും മദ്യസൽക്കാരമാണ് കൂടുതലും നടത്തുന്നത്. ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ മദ്യം ഉപയോഗിക്കരുതെന്ന് പറയാൻ ആരും ബാധ്യസ്ഥരല്ല. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് സാധാരണക്കാരെക്കാളും കൂടുതൽ ഈ അതായത് ഈ സെലിബ്രിറ്റീസ് ആണ് കൂടുതലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറയും. ഇപ്പൊ സാധാരണക്കാരായ ഒരാള് ഇപ്പൊ തെരുവിൽ ഇറങ്ങിയിട്ട് വഴക്കുണ്ടാക്കിയാലും അത് പ്രശ്നമാണ്. പക്ഷെ എങ്കിൽ പോലും അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടത്തില്ല. പക്ഷെ ഇതുപോലുള്ള സെലിബ്രിറ്റികൾ ഇങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും അത് കൂടുതലും നമ്മള് സെലിബ്രിറ്റീസിനെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് എല്ലാ കാര്യത്തിലും. അവരുടെ ഡ്രസ്സിങ് ആണെങ്കിലും അവരുടെ സ്റ്റൈലുകളെല്ലാം നമ്മൾ അനുകരിക്കാൻ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അവര് മദ്യപിച്ചു എന്ന് പറയാൻ നേരത്ത് വളർന്നു വരുന്ന ഒരു കുട്ടികളാണെങ്കിൽ കൂടി ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ അത് മദ്യപിച്ചു, അപ്പൊ എനിക്ക് മദ്യപിക്കാന്നുള്ള രീതിയിലേക്ക് ചിന്താഗതി മാറാവുന്നതേ ഉള്ളൂ. അപ്പം അതൊക്കെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക, നമ്മൾ തന്നെ ചിന്തിക്കണം. ഓരോ ആക്ടേഴ്സും അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള ഓരോരുത്തരും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും മറ്റുള്ളവരോട് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അവരെ ലോകത്തുള്ളവരെ എല്ലാവർക്കും ഒന്നും അറിയില്ല. മീൻസ് സിനിമാ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇന്ന ഒരു നടൻ അല്ലെങ്കിൽ പേര് പറയുമ്പോൾ തന്നെ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പം മാത്രമല്ല ഇപ്പൊ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോഴത്തേക്കും അത് ഇൻഡസ്ട്രീനെ കൂടുതലും ബാധിക്കുകയും ചെയ്യും മറ്റ് തലങ്ങളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ. അപ്പോൾ മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് നിൽക്കേണ്ടവരാണ് സിനിമാ മേഖലയിലുള്ള കലാകാരന്മാർ ഓരോരുത്തരെയും. അപ്പോൾ അവരെ കഞ്ചാവ് കേസുകളിലും ലഹരി കേസുകളിലെല്ലാം അടിമയായി അത്തരത്തിലുള്ള കേസുകൾ പുറത്തു വരുമ്പോൾ ഇവരെയൊന്നും കലാകാരന്മാരെന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും അവരെ ആ രീതിയിൽ പരിഗണിക്കുകയും ചെയ്യരുത്. ഇപ്പൊ ഒരു കേസ് നടക്കാതെ സാധാരണക്കാരോട് എങ്ങനെ ഇടപെടുകയോ അതുപോലെ തന്നെ ഇവരോടും ആ ഒരു നടൻ എന്നൊരു പരിഗണന ഒരിക്കലും കൊടുക്കരുതെന്ന് തന്നെ പറയാം. അതെ. പിന്നെ ഒരു സിനിമ ചെയ്യാനോ അല്ലെങ്കിൽ ഏത് ഫീൽഡാണോ നമുക്കതിൽ ഒരു അവസരം കൊടുക്കാത്ത രീതിക്ക് ഒരു ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്തരത്തിലൊരു ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്.